ഹായ്, നമ്മൾ കൽപ്പറ്റയിലാണ് അല്ലേ? കൽപ്പറ്റയിൽ കണ്ട എന്ത് അടിപൊളി മല. ഈ മലയുടെ നേരെ ഫേസ് ചെയ്തിട്ടാണ് പുതിയ ടൗൺഷിപ്പ് വന്നുകൊണ്ടിരിക്കുന്നത്. നല്ല വ്യൂ ഒക്കെ ഉള്ള നല്ല സൂപ്പർ സ്ഥലത്താണ് അല്ലേ? അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ വയനാട് എന്ന് പറയുന്നത് തന്നെ നല്ലൊരു സ്ഥലമാണ്. പണ്ട് ബേസിൽ പറഞ്ഞ പോലെ ഇവിടെയുള്ള എല്ലാ ആൾക്കാരും മറ്റേ ടാർസന്റെ പോലെ മരത്തിന്റെ വള്ളിമ ചാടി നടക്കണ ആ ഒരു സെറ്റപ്പ് അല്ല. വയനാട്ടിലത്തെ റോഡുകൾ സൂപ്പറാണ്. നമ്മളിപ്പോൾ വയനാട്ടിൽ ഇപ്പോൾ എത്ര ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ സ്ഥലത്തേക്ക് ഇറങ്ങുമ്പോഴും എല്ലാ റോഡുകളും നല്ല അടിപൊളിയല്ലേ. ഇപ്പം നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതൊക്കെ ഈ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. അതായത് എങ്ങനെ ഇപ്പോൾ അല്ല കാണുന്നുണ്ടോ എന്ന് അറിയില്ല. കാരണം കൺസ്ട്രക്ഷൻ നടക്കുന്നിടത്തേക്ക് നമുക്ക് പോകാൻ പെർമിഷൻ ഉണ്ടാവില്ല. താമസിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ നേരെ എന്തായി കഴിഞ്ഞാൽ ഇതാണ് പ്രൊജക്റ്റിൻ്റെ വർക്കുകൾ ഇതെപ്പോഴും നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഈ ബൗണ്ടറി, കോമ്പൗണ്ട് വാള്, അങ്ങനത്തെ വർക്കുകളൊക്കെ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എന്തായി കഴിഞ്ഞാലും നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. ഈ ചേച്ചിയൊക്കെ അവിടുത്തെ ഒരു താമസക്കാരിയാവുമെന്ന് വിചാരിക്കണം അല്ലേ? ഇവിടെ ഏതെങ്കിലും ഒരു വീട് നമുക്ക് അറിയുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ വീടൊക്കെ ഒന്ന് കയറി കാണാമായിരുന്നു. ഈ സൈഡിലൊക്കെ ഇനിയും വരാനാട്ടോ, അതോ ആ സൈഡിൽ കംപ്ലീറ്റ് കാണുന്നതും കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അവിടെയൊക്കെ കംപ്ലീറ്റ് ഇപ്പോഴും കൺസ്ട്രക്ഷൻ ഓൺ ഗോയിങ് ആയിട്ടേ ഉള്ളൂ. എത്രയേ വീടുകൾ ചെയ്യാനുണ്ട്. എല്ലാം വന്നു കഴിഞ്ഞാൽ നല്ലൊരു ടൗൺഷിപ്പ് തന്നെയാണ്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതൊക്കെ ഏകദേശം വർക്ക് കഴിഞ്ഞതാണ് അല്ലേ? ഇവിടെ എപ്പോഴും കുറേ ആൾക്കാർ ഇങ്ങനെ വിസിറ്റ് അടിച്ച് നിൽക്കുന്നുണ്ട് അല്ലേ കാണാനായിട്ട്. ഇവരൊക്കെ കാണാൻ തന്നെ തോന്നുന്നുണ്ട്. സാധാരണ ഞാനൊരു വീട് കാണുമ്പോൾ ഒരിക്കലും ഞാനൊരു കുറ്റം എന്ന് പറയുന്ന പോലെ പറയാറില്ല. അതിന് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ വീടുകളും അവനവൻ്റെ ഇഷ്ടത്തിനാണല്ലോ ഓരോ ആൾക്കാർ ഡിസൈൻ ചെയ്യണത്. പക്ഷേ ഈ വീട് കാണുമ്പോൾ എനിക്ക് എന്തായി കഴിഞ്ഞാലും കുറ്റം പറയണമെന്ന് തോന്നി. കാരണം ഈ ഒരു വീടിൻ്റെ ഈ ഒരു ഡിസൈനാണ്. ഇത്രയും ഒരു 200-300 വീടുകളൊക്കെ ചെയ്യണ ഒരു പ്രൊജക്റ്റിൽ, അത് ഇത്രയും ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്ത് വരുന്ന ഒരു പ്രൊജക്റ്റിന് നല്ലൊരു ഡിസൈനറെ വെച്ചിട്ട് നല്ലൊരു എലിവേഷൻ ഈ ഒരു വീടിന് കൊടുക്കാമായിരുന്നു. ഞാൻ കുറ്റം പറയാൻ യോഗ്യനാണോ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ വീഡിയോസ് എടുത്ത് പോയി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത്ര മോശപ്പെട്ടൊരു എലിവേഷൻ നമുക്ക് ക്ലയൻറ്റ് തന്നാൽ കൂടി നമ്മൾ ചെയ്തു കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഇതൊരു കുറ്റം പറയണ വീഡിയോ ആയിട്ട് നിങ്ങൾ കണക്കാക്കണവർക്ക് കണക്കാക്കാം. നമ്മളെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് പറയണത്. കാരണം ഇത്രയും വലിയൊരു വീടിന് നല്ലൊരു ഷെയ്ഡ് ഫ്രണ്ടിൽ കൊടുത്തിട്ടില്ല, കണ്ടോ നീ? അതുപോലെ തന്നെ ഈ ഒരു എയർ ഓഫ് കൊടുത്തിരിക്കുന്ന കാരണം കൊണ്ട് അവിടെ ഒരുപാട് വേറെ ഐഡിയാസൊക്കെയാണ് അവിടുത്തെ ആൾക്കാർ നമ്മളോട് പറഞ്ഞു തന്നത്. പക്ഷെ അതിൻ്റെ ഒന്നും ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്നാലോ ഇപ്പോൾ ഇത്രയും പ്രൊജക്റ്റുകൾ ഇപ്പോൾ പുതിയത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഏറ്റവും നല്ലൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീടിന് ചെയ്തിരിക്കണത് ഇന്ന് കേരളത്തിൽ ഒരാളും വീട് വെക്കുമ്പോൾ ചെയ്യാത്തൊരു കാര്യമാണ് ഈ വീടിന് ചെയ്തിട്ടുള്ളത്. എന്താ അറിയോ എനിക്ക്? അത്രയും നല്ലൊരു ബേസ്മെൻറ്റും അതുപോലെ തന്നെ അതിൻ്റെ കോളം. അതായത് നമുക്കിപ്പോൾ ഇവിടെ അടുത്ത് അങ്ങനത്തെ കോളമുള്ളത് ലുലു മാളിനും അങ്ങനത്തെ വലിയ വലിയ ബിൽഡിങ്ങിനും മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി ഞാൻ പറയണത് തള്ളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ തൊട്ടടുത്തുള്ള ബിൽഡിങ് ചെക്ക് ചെയ്യാം. അതായത് ഒരു 10 നില വരെയുള്ള ബിൽഡിങ് നിങ്ങളെ നിയറസ്റ്റിൽ നോക്കി നോക്കിക്കോളൂ. ഈ വയനാട് പ്രോജക്റ്റിൽ പില്ലേഴ്സ് ചെയ്ത പോലെ അല്ലെങ്കിൽ കോളം ഫൂട്ടിങ് ചെയ്ത പോലെ ഒരു 5 നില ബിൽഡിങ്ങിന് പോലും നമ്മളെ നാട്ടിലിപ്പോൾ ചെയ്യാറില്ല. അപ്പോൾ ഡിസൈൻ ചെയ്ത ആൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ സ്ട്രക്ചറിനാണ് അല്ലേ? അതായത് ഇതിൻ്റെ കാണാനുള്ള ഭംഗിനേക്കാളും കൂടുതൽ ആൾ ഇതിൻ്റെ സ്ട്രക്ചറിന് കൊടുത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇതിൻ്റെ ഇടയിൽ കുറച്ച് വീടുകൾ പിന്നെയും വരുന്നുണ്ട്. അത് ഈ പ്ലോട്ടിൽ ആദ്യം ഉണ്ടായിരുന്ന വീടുകളാണ് തോന്നുന്നുണ്ട് കേട്ടോ. എന്തായാലും ചെയ്യാൻ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഇതിൻ്റെ നടുക്കാണ് ആ വീട് വന്നിരിക്കുന്നത്. അപ്പോൾ 2 സൈഡിലും ഇത്രയും നല്ല പ്രൊജക്റ്റുകൾ വരുമ്പോൾ ശരിക്കും അവർക്കും കൂടി ആ വീട് ആ രീതിയിലാക്കി കൊടുക്കുമ്പോഴേ ഉള്ളൂ ആ ഏരിയ മൊത്തം ഭംഗിയായിട്ട് മാറുക. ചെയ്യുന്നുണ്ടാവും ചിലപ്പോൾ ഗവൺമെൻറ്. പിന്നെ ഞാൻ ഡിസൈനറെ കുറിച്ചിട്ട് പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ ബേസ്മെൻറ്റ് ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന വീടിൻ്റെ ബേസ്മെൻറ്റിൻ്റെ മുകളിലേക്ക് ചുരുങ്ങിയത് ഒരു 10 നില ബിൽഡിങ് കയറ്റാൻ പറ്റും. അത്രയും നല്ല ബേസ്മെൻറ്റും അത്രയും നല്ല കോളാണ് ഇട്ടിരിക്കുന്നത്. പക്ഷേ ഈ ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അറിയാലോ, ഇതിപ്പോൾ ഒരു ദുരന്തം സംഭവിച്ചപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട ആൾക്കാർക്ക്, കുടുംബം വരെ പോയ ആൾക്കാർക്ക് ഗവൺമെൻറ് വെച്ച് കൊടുക്കുന്ന ഒരു വീടാണ്. അപ്പോൾ അവരുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒന്നേന്ന് തുടങ്ങണം വേണ്ടേ?
അപ്പോൾ ഒരു വീടാവുമ്പോൾ ആ വീട് കംപ്ലീറ്റ് ആക്കുക എന്നുള്ളത്, അതായത് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ചില വീടുകളൊക്കെ നീ കണ്ടില്ലേ, മുറ്റത്തൊരു ഇപ്പോൾ ഇവിടെയൊക്കെ നല്ല ഗാർഡൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ ആ വീടിൻ്റെ കോമ്പൗണ്ട് വാളിൽ ആകെ ഒരു 1/2 യൂണിറ്റ് ബേബി മെറ്റൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കവർ ചെയ്യുക. അതൊന്നും ചെയ്തു കൊടുത്തിട്ടില്ല. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സാധനം. നിങ്ങൾ ഇത്രയും വലിയ, അതായത് 1 മീറ്ററാണ് കേട്ടോ കോളത്തിൻ്റെ വലിപ്പം. ഇത്രയും വലിയ കോളം നിങ്ങൾ ആരെങ്കിലും വീട് വെച്ചപ്പോൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യണേ. കാരണം ഈ വീടാകെ 800 സ്ക്വയർ ഫീറ്റോ 1000 സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്തേറ്റേ ഉള്ളൂ. അതും കൂടി നമ്മൾ ആലോചിക്കണം കേട്ടോ. പിന്നെ ഈ വീടിൻ്റെ ഉള്ളൊക്കെ നല്ല സൗകര്യമുണ്ട് കേട്ടോ. ഒരു അച്ഛനും അമ്മയും 2 മക്കൾക്കും സുഖമായിട്ട് താമസിക്കാനുള്ള സൗകര്യമുണ്ട്. 2 ബെഡ്റൂം, അതിലൊരെണ്ണം അറ്റാച്ച്ഡ്, ഒരു കോമണും, വർക്ക് ഏരിയ ഉണ്ട്, കിച്ചൺ ഉണ്ട്. നന്നായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് പ്ലാനെല്ലാം. പക്ഷേ ഇപ്പോൾ ഈ വയനാട് പോലുള്ള ഇങ്ങനത്തെ ദുരന്തം സംഭവിച്ച ആൾക്കാർ വരുന്നതുകൊണ്ട് ചിലപ്പോൾ ഒരു വീട്ടിൽ 10 പേരൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അവർക്ക് ഇതൊരിക്കലും പറ്റില്ല. കാരണം അത് ഇവിടുത്തെ ഒരു ചേട്ടൻ പറഞ്ഞതാണ്, ഈ ഒരു സ്പേസിൽ തന്നെ കട്ടിലിട്ട ആൾക്കാർ നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനത്തെ ഇതിന് ഒരു മിനിമം ആ ഫ്രണ്ടേജും കൂടി ഒരു മെയിൻ സ്ലാബ് ആക്കിയിട്ട് ഭാവിയിൽ നല്ലൊരു രീതിയിൽ അപ്സ്റ്റെയർ എടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ആക്കായിരുന്നു. കാരണം ഇത്രയും നല്ല കോളം ഫൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത സ്ഥിതിക്ക് അതിനുള്ള ബേസ് നല്ല ഉറപ്പുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ചെയ്യായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം, ഈ ബ്രിക്സ് വെച്ചിട്ട് ഇപ്പം നമ്മൾ കോൺക്രീറ്റ് ചുമര് ഇതുമായിട്ട് എന്താ വ്യത്യാസമുള്ളത്? ഏകദേശം 2 സൈഡിലും ഓരോ മീറ്ററിൻ്റെ കോളം വന്നു. ഇപ്പോൾ നിങ്ങൾ കാണുന്ന വെൻറ്റിലേഷൻ്റെ അവിടെ ഒരു വെൻറ്റിലേഷനും പിന്നെ 10 കട്ടയാണ് ഇപ്പോൾ ഇതിലാകെ വെച്ചിരിക്കണത്. നമ്മളെ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഈ കോളം സെയിം കോളം തന്നെ കോൺക്രീറ്റ് ആയിട്ട് മറ്റേ ചുമരുമ്പേക്ക് മുട്ടിക്കായിരുന്നു. പിന്നെ എനിക്കറിയില്ല, നമ്മളിതിനെക്കുറിച്ചിട്ട് ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ കൺസ്ട്രക്ഷൻ ഫുള്ളായിട്ട് നടക്കുന്ന ഒരു വീഡിയോ നമ്മളിതുവരെ കണ്ടിട്ടില്ലല്ലോ. ഒക്കെ ഈ ഉദ്ഘാടനത്തിന് പോകുമ്പോഴും അല്ലെങ്കിൽ വീടിൻ്റെ പണി കഴിഞ്ഞിട്ടും ഇതാണ് കേട്ടോ നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്ന വയനാട് പ്രൊജക്റ്റിൻ്റെ സ്ട്രക്ചറിൻ്റെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ. എല്ലാ വീടിൻ്റെയും ഉള്ളിൽ ഏകദേശം ഈ ഒരു രീതിയിലാണ് ഉണ്ടായിരിക്കുക. പ്ലാൻ ഒന്ന് തന്നെയാണ്, എല്ലാത്തിൻ്റെയും പ്ലാൻ ഒന്നാണ്. എല്ലാ ബിൽഡിങ്ങും ഈ ഒരു രീതിയിലാണ് ചെയ്തിരിക്കണതും. അപ്പോൾ ഇത്രയും വലിയൊരു കമ്പനി ഇത്രയും വലിയൊരു പ്രൊജക്റ്റ് ചെയ്യണ സമയത്ത് ഇത് എനിക്ക് എൻ്റെ ക്ലയൻറ്റിന് കാണിച്ചു കൊടുക്കാൻ പറ്റിയത് നല്ല കാര്യമായില്ലേ. ഇതിൻ്റെ ഇലക്ട്രിക്കൽ വയറിങ്ങും ബാക്കിയുള്ള ഈ അലൈൻമെൻറ്റും, അതായത് ഈ കല്ലിൻ്റെ ഒക്കെ ഒരു ഇത് കണ്ടോ, അതായത് അടിപൊളി പ്രൊഫഷണലായിട്ട് ചെയ്യേണ്ടതാണ്. കാരണം 1-2 വീടുകളല്ല കേട്ടോ, 300ഓളം വീടുകളാണ് ഈ രീതിയിൽ ചെയ്യണത്. നല്ലൊരു ബഡ്ജറ്റിലാണ് നല്ലൊരു ബഡ്ജറ്റിലാണ് എടുത്തിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ വീടിൻ്റെ പ്രൈസ് എത്രയെന്ന് എനിക്ക് അറിയില്ല. അറിയുന്നുണ്ടെങ്കിൽ ഞാൻ അതും കൂടി പറഞ്ഞേനെ. കാരണം ടോട്ടൽ ആ ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ പാടെ കൂടിയിട്ടാണല്ലോ എത്രയോ കോടി ബഡ്ജറ്റിൽ ഇതാക്കിയിരുന്നത്. അവിടെ എന്തോ സ്കൂളോ ഹോസ്പിറ്റലോ. അപ്പോൾ വീടിന് എത്രയാണ് കറക്റ്റ് പ്രൈസ് എന്നുള്ളത് എനിക്ക് പറയാനറിയില്ല. പക്ഷേ എന്തായി കഴിഞ്ഞാലും ആ വീടിൻ്റെ പ്രൈസും ഇതിനേക്കാളും, അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഫുള്ളി കോൺക്രീറ്റിൽ വെക്കുകയാണെങ്കിൽ കൂടി അവരാ പറഞ്ഞ ബഡ്ജറ്റിൽ ഇതിനേക്കാളും നല്ല വീടാക്കിയിട്ട് അത് ചെയ്തു കൊടുക്കാൻ പറ്റിയായിരുന്നു. ഔട്ട് സൈഡൊക്കെ നല്ല അടിപൊളിയായിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്ത് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. കാരണം എന്താ പിന്നെ അവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി വ്യൂ ആണ്. പിന്നെ ഇത് ഫുള്ള് ഇതിൽ ആൾക്കാർ വന്ന് ഈ ടൗൺഷിപ്പ് പോലെ ആവുമ്പോൾ ഇത് അത്യാവശ്യം നല്ലൊരു പോഷ് കോളനി ആയിട്ട് സത്യം പറഞ്ഞ ഒരു കല്യാണം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പുറത്തുനിന്ന് ഒരു മനുഷ്യനെ വിളിക്കേണ്ട, അവിടെയുള്ള ആൾക്കാരെ മാത്രം ക്ഷണിച്ചാൽ തന്നെ. ഇങ്ങനെ ഇവരൊരുപാട് സങ്കടപ്പെട്ട് കഷ്ടപ്പെട്ടവരാണ് എങ്കിലും ഇങ്ങനെ താമസിക്കുമ്പോൾ അവരുടെ പകുതി വിഷമങ്ങൾ മാറും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് ഞാൻ അറ്റാച്ച് ചെയ്യാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അതിന്റെ തൊട്ടടുത്ത് ഒരു 8 കിലോമീറ്റർ അപ്പുറത്ത് ഞങ്ങൾ ചെയ്യണ ചുമരാട്ടോ. അതെ, അത് വയനാട് ഓൾറെഡി ഇതിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അതിന്റെ ഒരു ഡിഫറൻസ് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാട്ടോ നമ്മളിത് ഇട്ടിരിക്കണേ. അത് ഫുള്ളി കോൺക്രീറ്റ്. ഇപ്പം അവർ ചെയ്തിരിക്കുന്ന 1 മീറ്ററോളം കോളം വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഫുള്ളി കോൺക്രീറ്റ്, അതായത് ഇതേപോലെ ചുമരിൽ കമ്പി ഇട്ടിട്ടാണ് നമ്മൾ ഈ ചുമര് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇലക്ട്രിക്കൽ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ ഭിത്തിയുടെ ഉള്ളിൽ ചുമര് ചെയ്യണ സമയത്ത് തന്നെ പോയിട്ടുണ്ട്. അതെന്താ വെച്ചാൽ ഒരു കമ്പാരിസൺ നേരത്തെ ഇപ്പോൾ പറഞ്ഞില്ലേ, നമ്മളെ വീട് വെക്കുന്ന ആൾക്കാർക്ക് ആ വീടിൻ്റെ ഈ വീടിൻ്റെ ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനതിൽ അറ്റാച്ച് ചെയ്തു. ചിലർ പറയും ഇതിപ്പോൾ നിനക്ക് പറയാൻ എന്താ അർത്ഥമെന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും. അപ്പോൾ ഇത് പെട്ടെന്ന് കാണുന്ന ആൾക്കാർ നമ്മളെ ചാനലിൽ പോയി കണ്ട് ഞങ്ങൾ എന്താ ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല. പാർട്ടിയുടെ ബേസിലോ അങ്ങനെയൊന്നും പറയണതല്ല കേട്ടോ. നമ്മളതിൻ്റെ രണ്ടിൻ്റെ ഒരു ഡിഫറൻസ് കാണിക്കാൻ വേണ്ടി പറയണമെന്നേ. ഞാൻ പറഞ്ഞല്ലോ, അതിൽ ഒരുപാട് പൈസ ചിലവാക്കിയിട്ടുണ്ട്. ആ വീടിൻ്റെ ബേസ്മെൻറ്റിന് ഒരുപാട് പൈസ ചിലവാക്കിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതിൻ്റെ ബേസ്മെൻറ്റിന് അത്ര പൈസ ചിലവാക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല എന്നാണ്. ആ പൈസയ്ക്ക് കൂടി ഇതും അതേപോലെ ഞങ്ങൾ വയനാട് ചെയ്തിരിക്കുന്ന ഒരു പ്രൊജക്റ്റാണ്. ഇത് ഫുള്ളി കോൺക്രീറ്റ്, അതായത് ഈ ഒരു രീതിയിലാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനത്തെ വീടുകളാണ് അങ്ങനത്തെ മേഖലകളിൽ വേണ്ടത്. കാരണം അവിടെ ബേസ് എത്ര സ്ട്രോങ് ആക്കിയിട്ടും കാര്യമില്ല. അവിടെ ഉണ്ടായ ദുരന്തം എന്താ, വെള്ളം ഒലിച്ചു വന്നപ്പോൾ അടിയിലത്തെ ഭൂമിയുടെ അടിയിലത്തെ മണ്ണ് മൊത്തം ഒലിച്ചു പോയിരിക്കുകയല്ലേ. അതിന് നമ്മൾ എത്ര വലിയ സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടല്ലേ ബേസ് ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? ഇപ്പോൾ ഇതിൻ്റെ ബേസ് എത്ര നന്നായിട്ട് എന്താ കാര്യം? ഈ അടിയിലത്തെ മണ്ണ് ഒലിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുകളിലത്തെ വീട് പോവില്ലേ? അത് ഉറപ്പുള്ള കാര്യമല്ലേ. കാരണം ഭൂമി ഉണ്ടെങ്കിലല്ലേ അതിൽ ബേസ്മെൻ്റ് ആണെങ്കിലും കോള ഫൂട്ടിങ് ആണെങ്കിലും എന്താണെങ്കിലും നിൽക്കുക.
പക്ഷേ ഇപ്പോൾ ഇത് തന്നെ കണ്ടില്ലേ, ഇതിൻ്റെ ഒരു എലിവേഷൻ പോലെ അല്ലെങ്കിൽ ഒരു സ്ക്വയർ ആക്കിയിട്ടോ എങ്ങനെയും ഒരു മിനിമം ഇപ്പം ഞാൻ ഇട്ട് കൊടുത്തൊരു ഷെയ്ഡ് കണ്ടോ വീടിൻ്റെ ഫ്രണ്ടിൽ, അതുപോലൊരു ഷെയ്ഡേലും അവർക്ക് ഇത് ഏറ്റവും കൂടുതൽ ബോറായത് ആ വീട് കാണുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ 2 പൈപ്പ് കൊടുത്തിട്ട് ആ 4 ഓട് വെച്ചതാണ് ഏറ്റവും വൃത്തികേട്. അതൊക്കെ എനിക്ക് പൈസ ചുരുക്കാൻ വേണ്ടി ചെയ്തതായിട്ടാണ് ഫീൽ ചെയ്തത്. കാരണം അല്ലാതെ ഇപ്പോൾ അത് അത്ര വലിയ ഭംഗിയൊന്നുമില്ല കാണാൻ. ഞങ്ങളൊക്കെ ഇപ്പോൾ ഇതേപോലെ ഷെയ്ഡ് ഇട്ട് കൊടുക്കുന്ന ഓരോരുത്തർ 1 മീറ്റർ വേണമെന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കി നോക്കൂ. ഇത് ഞാൻ പറയണതിന് തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ നോക്കി, ഈ നേരിട്ട് അടുത്ത് പോയി കാണുമ്പോൾ മഹാ ബോറാണ്. പക്ഷേ ഈ പോയി കണ്ട ആൾക്കാരൊക്കെ വളരെ നല്ലതെന്ന് പറയുകൊണ്ടാണ്. കാരണം ഞാൻ അത് സ്ഥിരം വർക്ക് ചെയ്യുന്ന ഒരാളാവുകൊണ്ട് നമുക്കത് നന്നായി തോന്നിയില്ല. പിന്നെ ഒരു വീട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല, അവനാൻ്റെ ഇഷ്ടത്തിന് ചെയ്യാമെന്നാണ്. ഇതിപ്പോൾ ഈ പറയുന്ന ഞാനും അമ്മും കേൾക്കണം നിങ്ങളും എല്ലാവരും ഉൾപ്പെടുത്തിയിട്ട് ചെയ്യണ ഒരു പരിപാടിയാണ് അല്ലേ. നമ്മളെല്ലാവരെയും പൈസ വെച്ചിട്ട്, അതായത് കേരളത്തിലുള്ള എല്ലാ മലയാളികളും കേരളത്തിൻ്റെ പുറത്തുള്ള എല്ലാ മലയാളികളും കൂടെ സ്വരുക്കൂട്ടിയ പൈസ വെച്ചിട്ടാണ് ഈ വീടുകൾ വെക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് പറയാൻ ഞാൻ നേരത്തെ പറഞ്ഞത് കണ്ട ആ മുറ്റത്തൊക്കെ ഈ വീട്ടിലൊക്കെ ആൾക്കാർ താമസാക്കിയതാണ്. മിനിമം ആ ഔട്ട് സൈഡിൽ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്ത സ്ഥിതിക്ക് അവിടെ പുല്ലൊന്നും വെച്ച് കൊടുക്കേണ്ട, ഒരു 1/2 യൂണിറ്റ് ബേബി മെറ്റൽ ഇടുകയാണെങ്കിൽ ആ ചളിയും കാര്യങ്ങളും തെറിച്ചിട്ട് ആ വീട് ഇത്ര വൃത്തികേടായിരുന്നില്ല. അതൊക്കെ ഇനിയിപ്പോൾ ക്ലൈൻറ്റ് ചെയ്യണം എന്നുള്ളൊരു അവസ്ഥയാണ്. ഓക്കെ, അടുത്തത് ഈ ഒരു സംഭവമാണ്. ഇതെനിക്ക് എന്താ തീരെ മനസ്സിലായില്ല. ഞാൻ ഒരുപാട് പുറത്തൊക്കെ നിന്നിരുന്ന ആളാണ്. അപ്പോൾ അവിടെയൊക്കെ ഇതേപോലെ തന്നെ കേബിളിങ് കാണാത്ത രീതിയിലാണ്. ഈ ടൗൺഷിപ്പും അങ്ങനെ തന്നെയാണ്, ഇലക്ട്രിക്കൽ കേബിൾ ഇതൊന്നും കാണില്ല. പക്ഷെ ഞാൻ ഇവിടെ കണ്ടെന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 2 ഡ്രെയിനേജ് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും അടിയിൽ കൂടെയാണ് ഇപ്പോൾ മെയിൻ കേബിളുകളൊക്കെ പോയിരിക്കുന്നത്. അതാണ് വെള്ളം പോണ ഡ്രെയിനേജ്. വെള്ളം പോണതും ഇലക്ട്രിക്കലും ഒരേ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ മീറ്ററൊക്കെ വെച്ചിട്ട് നല്ല സെറ്റപ്പ് ആക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഒരിക്കലും ഈ വെള്ളം പോണ ഡ്രെയിനേജ് കൂടി ഇതേപോലത്തെ ഇത്രയും വലിയ ഹെവി കേബിൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭാവിയിൽ എന്തെങ്കിലും ഒരു കാലത്ത് ഒരു ലീക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഷോർട്ട് ആവില്ലേ? അതെന്തൊരു ഐഡിയ എനിക്ക് മനസ്സിലായില്ല. ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞ ആ തക്കാളി ബോക്സിനുള്ള ഗോദ്രേജിൻ്റെ പൊട്ട് എന്ന് പറഞ്ഞില്ലേ. ഇത്രയും ചിലവാക്കി ഈ പൈസ കൊണ്ട് ഇവർക്ക് ആ വീട് ഒന്നും കൂടിയും ബെറ്റർ ആക്കിയിട്ട് ചെയ്യാമായിരുന്നു. എങ്കിലും മിനിമം ഒരു ബെഡ്റൂമിലും കൂട്ടിയിട്ട് കൊടുക്കാമായിരുന്നു. അതെ എന്തായാലും താങ്ക് യു.